ഹലോ ഫ്രണ്ട്സ്, ഹലോ ഫ്ലൈവിലേഴ്സ്. നമ്മളിന്നിപ്പോൾ ഉള്ള ഖത്തറിലാണ്. ഖത്തറിൽ എൻ്റെ കൂടെ എൻ്റെ റിലേറ്റീവും ഫ്രണ്ട് ഋഷി ഉണ്ട്. ഋഷിൻ്റെ കുട്ടികളുണ്ട്. നമ്മളിവിടെ വന്നിരിക്കുന്നത് ഖത്തറിലുള്ള ഒരു എക്സ്ക്ലൂസീവ് പരേഡ് ഉണ്ട്. നോമ്പ് കാലത്ത് ഉണ്ടാകുന്നൊരു പരേഡാണ്. നമ്മളിപ്പോൾ ഉള്ളത് ബൊളേവാർഡ് ഏരിയയിലാണ്, ലുസൈലിലുള്ള. ഇവിടുന്ന് ഖത്താറ വരെ പോവും. ഞാനിപ്പം പാർട്ടായിരിക്കുന്നത് മസ്താങ് ക്ലബിൻ്റെ കൂടെയാണ്. ഋഷിയിലുള്ള മസ്താങ് ക്ലബിലുള്ള നമ്മളുള്ളത് മസ്താങ്ങിലാണ്. നമ്മൾ കുറച്ച് മസ്താങ് കാസ് ഉണ്ട്, അതേപോലെ ഓരോ ക്ലബ്ബുണ്ട്. മറ്റുള്ള ക്ലബ്സും അത് ക്ലാസിക് കാസ് എല്ലാം അടങ്ങുന്ന ഒരു പരേഡാണ്. ഈ പരേഡ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഋഷിൻ്റെ അടുത്ത് നമുക്ക് ഈ ഒരു പരേഡിൻ്റെ എക്സ്പീരിയൻസ് നോക്കാം. ഷോർമ ഫ്ലൈവിലേഴ്സ് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. ഞാൻ ഇവിടെ വന്ന ഫാമിലി ട്രിപ്പിലാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് കൊണ്ടുവരാമെന്ന് കരുതി അങ്ങനെയുള്ള ഒരു ലിമിറ്റഡ് ഷൂട്ടിലാണ് നമ്മൾ എപ്പിസോഡ് വന്നത്. സോ പ്ലീസ് ബെയർ വിത്ത് മീ. വെൽക്കം ടു ഫ്ലൈ. ഋഷിമാൻ ആളൊരു അടിപൊളി ക്രിക്കറ്ററാണ്. നമ്മൾ ചെറുപ്പം മുതലേ കണ്ട് പരിചയമുള്ളതാണ്, ബന്ധുവാണ്. എൻ്റെ എല്ലാം പുറമെ നല്ല വണ്ടിപ്രാന്തനാണ്. FJ ക്രൂസ് ക്ലബ്ബ് ഉണ്ട് അല്ലേ, പിന്നെ മസ്താങ് ക്ലബ്ബും. ഈ രണ്ട് ക്രേസ് നമുക്ക് ഇങ്ങനത്തെ ക്രേസ് ഒക്കെ നാട്ടിൽ നിന്നും ആഗ്രഹമുണ്ട്, പക്ഷെ ക്രേസ് നമ്മളവിടെ ലിമിറ്റഡ് ആണ്. ആ ക്രേസും അതൊക്കെ ജീവിക്കാൻ പറ്റിയ എവിടെയാണ് ലിവിങ് മൈ ലൈഫ് ഹിയർ. പിന്നെ ഒബ്വിയസ്ലി ഇടയ്ക്കിടയ്ക്ക് ഹാനി ഇതെങ്ങനെ അതെങ്ങനെയാണ് വിളിച്ച് ചോദിക്കും. ഹാനിയാണ് നമ്മളെ കൺസൾട്ടന്റ്. ഇന്നിപ്പോ റംദാൻ ഇവിടെ എല്ലാ കൊല്ലവും ക്രൂസാണ്. ഡെയിലി ആൾക്കാരെ കളക്ഷൻ കാർസ് കൊണ്ടിട്ട് വിന്റേജ് കാർസ്, സ്പോർട്സ് കാർ, എക്സോട്ടിക് കാർസ് എല്ലാം ഫ്രീ ഓപ്പൺ ആണ്. എല്ലാവരും പരേഡ് ചെയ്തു. അപ്പം ഞങ്ങളിവിടെ ഒരു ക്ലബ്ബ് ഉണ്ട്, ഖത്തർ മസ്താങ് ലെജൻസ് പറഞ്ഞിട്ട്. ഒരു വലിയ ക്ലബ്ബാണ്, ഒരു 100+ കാർസ് ഉണ്ട്. ഇന്നിപ്പോൾ നമ്മൾ 10-15 കാറേ ഉള്ളൂ. പക്ഷേ ഞങ്ങളിന്ന് ഞാൻ ഹാനിനെ കൂട്ടി വന്ന് പരേഡിന് ക്രൂസിന് ഇറങ്ങിയതാണ്. യെസ് ഗായ്സ്, അപ്പം എനിക്കൊന്നൊരു ലക്ക് ഉണ്ട്. കാരണം ഈ ഇപ്പം നമ്മളുള്ളത് ഒരു അടിപൊളി ഒരു ഗ്രീൻ ഹെൽ കളറിലുള്ള മസ്താങ്ങിലാണ്. ഇവർ എല്ലാ ദിവസവും വരുന്നുണ്ടെങ്കിലും ഇന്ന് വെള്ളിയാഴ്ച ഒരു ഫ്രീ ഡേ ആണ്. അതുകൊണ്ട് അധികം മെമ്പേഴ്സ് വന്നില്ല. ഇവരെല്ലാം വന്നു, നമ്മൾ ഡ്രൈവിന് പോയി. ഇപ്പോൾ നമ്മളുള്ള ഈ ലുസൈൽ ബുളേവാർഡിൽ നിന്നും പിന്നെ നമ്മൾ ഖത്താറയിലേക്ക് പോലെ അവിടെയും വലിയൊരു പരേഡ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ പരേഡിലേക്ക് നമുക്ക് കാണാം. എന്തായാലും വളരെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. കാരണം നോമ്പിന് പല രീതിയിലുള്ള ചടങ്ങുകളും നമ്മൾ കാണാറുണ്ട്. ക്ലാസ്സിന് പോകാറുണ്ട്, അതുപോലെ തന്നെ നിസ്കരിക്കാൻ പോകാറുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഒരു ഫൺ എലമെൻ്റ് ആയിട്ടാണ് ഇവിടെയുള്ള ആൾക്കാർ വണ്ടിപ്രാന്ത് കാണിക്കുന്ന രീതിയിലുള്ള പരേഡ്. ഇത് കുറേ വർഷമായിട്ടുണ്ടല്ലോ ഋഷി? എത്ര വർഷമായിട്ടുണ്ടോ? ഞാൻ 15 വർഷം ഇവിടെ. അന്ന് മുതലുണ്ട്. പണ്ട് കോർണിഷിലായിരുന്നു, അന്ന് ഇത്ര എക്സ്പാൻഡ് ആയിരുന്നില്ല. അന്നും ഇതുണ്ടായിരുന്നു, ഇപ്പം ലാർജ് സ്കെയിലായി. കോർണിഷിൽ അന്ന് മുതലുണ്ട്, 15 വർഷമായിട്ട് ഋഷി ഇവിടെ ഉണ്ട്. അപ്പം ഇന്നുണ്ട്. ഇന്നിപ്പം ലുസൈൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പലർക്കും അറിയാൻ പറ്റുമായിരിക്കും, ഫിഫ വന്നതിന് ശേഷം ഡെവലപ്പ് ചെയ്ത ന്യൂ സിറ്റി ഭാഗമാണ്. ഇവിടെയാണ് ഈ ബുളേവാർഡ് ഏരിയയിലാണ് ഉള്ളത്. ഓഫിൻ്റെ മോനെ അവിടെ ഫുള്ള് വണ്ടികളാണ്. എന്തായാലും നമുക്ക് ഖത്താറ എന്ന് പറഞ്ഞ ഏരിയയിലേക്ക് പോകാം. അവിടെയും ഈ പറഞ്ഞൊരു സീ സൈഡ് ഒരു കോർണിഷിലെ പോലുള്ള ഏരിയ തന്നെയാണ്. അവിടെ കുറച്ചുകൂടി വൈഡായിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും കാണാം. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു ഗ്ലിംസ് കൊണ്ടുവരാമെന്നുള്ള മാത്രമേ ഉദ്ദേശിച്ചിട്ടില്ല. ഒരുപാട് ഷൂട്ടും അതിനുള്ളൊരു ചാൻസും അത് നമുക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും ഇന്ന് ഇത് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്, അതൊക്കെ എൻജോയ് ചെയ്യും. ഇനി ഞാൻ കുറച്ച് ഓടിക്കട്ടെ. ഖത്താറയിൽ വന്നിട്ട് ഖത്തറിലെ ഈ റൈഡിൽ ഞാൻ ഓടിച്ചില്ലേ മോശമല്ലേ അല്ലേ ഋഷി? പിന്നെ അല്ല. അതെ. അപ്പൊ നമ്മളിതാ മസ്താങ്ങായിട്ട് ഇറങ്ങി. ക്ലബിന്റെ മെമ്പേഴ്സ് ഉണ്ട്, നമ്മൾ പേരായിട്ടുള്ള പോവാണ്. എന്തായാലും ഇതാ ഈ സ്ലിംഗ് ഷോട്ട് നമുക്ക് വേണ്ടിട്ട് വീഡിയോ എടുക്കുന്ന ടീമാണ്. അവരത് ഡോറിൽ ഓപ്പൺ ആക്കി ഗംഗിലാക്കിയിട്ട് പോകുന്നുണ്ട്. ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, ഇവിടെ പോലീസ് ട്രാഫിക്കെല്ലാം നല്ല സപ്പോർട്ടാണ്. അത്യാവശ്യം നമ്മളിപ്പോൾ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പുറത്തേക്ക് ഇരിക്കുകയും എല്ലാം ചെയ്താലും കുറച്ചൊരു എന്താ പറയുക ഔട്ട് ഓഫ് വേല ചെയ്താലും ഒന്നും കുഴപ്പമില്ലാത്തൊരു സ്ഥിതിയിലല്ല. കാരണം വളരെ കൺട്രോൾ സ്പീഡിലും കൺട്രോൾ എൻവയോൺമെൻറ്റിലും ചെയ്യുന്നത്. ഇതിവിടുത്തെ ഒരു എന്താ പറയുക ഒരു പാർട്ട് ഓഫ് കൾച്ചർ എന്നുള്ള രീതിയിലായതുകൊണ്ട് തന്നെ അതെല്ലാം വളരെ ആക്സെപ്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു എന്താ പറയുക പേടിക്കേണ്ടതില്ല. നമ്മൾ സാധാരണഗതിയിൽ കുട്ടികളെല്ലാം ബെൽറ്റ് ഇരുത്തുന്നെല്ലാം ആണ് ട്രൈ ചെയ്യാറില്ല.
ചിലപ്പോൾ നമുക്ക് ആളുകൾ മടിയിൽ വെച്ച് ഓടിക്കുന്ന കാണാം, ചിലർ സൺറൂഫിന് പുറത്ത് നിൽക്കുന്ന കാണാം. എത്രത്തോളം സേഫ് ആണെന്നുള്ളത് ശരിയാണ്, ക്വസ്റ്റനബിൾ ആണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു ലിമിറ്റഡ് സ്പീഡിലായതുകൊണ്ട് ഇവരെ അലൗ ചെയ്യുന്നുണ്ട്. വിച്ച് ഇസ് ഗുഡ് ഇൻ ദ സെൻസ് ലൈക്ക് കാണുമ്പോൾ എല്ലാവർക്കും രസവും കാര്യങ്ങളെല്ലാം ഉണ്ട്. ബട്ട് യു ഹാവ് ടു ബി വെരി കെയർഫുൾ. യെസ്, യു ഹാവ് ടു ബി വെരി കെയർഫുൾ ഓൾവേസ്. അത്രേ ഉള്ളൂ. എന്നാലും എൻജോയ് ദ വിഷ്വൽസ്. അപ്പം ഞാൻ ഇപ്പം എൻ്റെ ഒരു POVയിൽ കാണിച്ചു തരാണ് പരേഡിൻ്റെ. അപ്പം നമ്മൾ ഫോർമേഷൻ ചെയ്യാണ്. ബ്ലാക്കാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്, ആ റെഡ് നമ്മളും നമ്മളത് കൂടെ ഒരു വണ്ടി സൈഡിലുണ്ടോ അത് പെയർ ചെയ്തപ്പോൾ ഈ റെഡാണുള്ളത്. രണ്ട് വണ്ടികളായിട്ട് ഇങ്ങനെ പോവാണ്. 2 ലൈൻ നമ്മൾ ഫോം ചെയ്തിട്ട് അങ്ങനെ പോകുന്ന രീതിയിലാണ് അപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇത് മസ്താങ് ക്ലബിൻ്റെ. ഇനി അപ്പുറത്തൂടെല്ലാം വേറെ വണ്ടികളെല്ലാം പോകുന്ന നമുക്ക് കാണാം. സോ ഇതായിരുന്നു ഞാൻ ഓടിച്ചിരുന്ന ഈ ഒരു ഗ്രീൻ ഹെൽ കളറായിട്ടുള്ള മസ്താങ് 2019 മോഡലാണിത്. ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് പിന്നെ നോക്കാം. എന്തായാലും ഇവിടെ വെച്ചിട്ടാണ് ഖത്താറിൽ ഈ ഡ്രൈവെല്ലാം എൻഡ് ആയിരുന്നു. നമ്മളിവിടെ എന്തായാലും വെച്ച് എൻഡ് ചെയ്യാണ്, നോമ്പ് തുറക്കാൻ സമയമുണ്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ ഒരു റൂട്ട് കൂടെ അപ്പോൾ ഇപ്പോൾ സീറോ പിക്കപ്പെല്ലാം കണ്ടാറ് ഇതിലൊരു റെസ്റ്റോ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ഇത്തരം ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കുള്ള ഷൂട്ടല്ല, പക്ഷേ നിങ്ങളെല്ലാം എൻജോയ് ചെയ്ത് വരുന്നുണ്ട്. എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം. ഇനി നിങ്ങൾക്ക് ആരെങ്കിലും ഖത്തറിൽ വരാണ്ടെങ്കിൽ അല്ലെങ്കിൽ ഖത്തറിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസ് വിടാതെ കാണണം, മസ്റ്റാണ്, അടിപൊളിയാണ്. എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. അടുത്താണ് നമ്മൾ കാണുന്നത്. സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വില്ലിംഗ്.